ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അതായത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഈ മാസം ഡിസ്കൗണ്ട് പെൻഡിങ് ആണ്, എനിക്കറിയാം. ചെയ്തിട്ടില്ല എന്നറിയാം. ബട്ട് അത് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉടനെ തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൻ്റെ നമ്പർ. ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഉടനെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. സോ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള ആ ഒരു നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. പോസിറ്റീവായിട്ട് വേണം വിചാരിക്കാനായിട്ട്, നെഗറ്റീവായിട്ട് വിചാരിക്കരുത്. നിങ്ങൾ ഈ പേഴ്സണായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വിശ്വസിച്ച് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം. നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാകാനുള്ള കാരണം എന്താണ് എന്നുള്ള എനർജിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിയിട്ടുള്ളത്. കാരണം എന്തായാലും നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള കോണ്ടാക്ട് അല്ല നിങ്ങൾക്കിടയിൽ നടക്കുന്നത്. ചിലപ്പോൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് സംസാരിക്കില്ല, അല്ലെങ്കിൽ ലേറ്റ് റിപ്ലൈ. അതായത് നിങ്ങൾ രാവിലെ ഈ പേഴ്സണോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ മറുപടി തരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച വരാനുള്ള കാരണം, നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു അകൽച്ചയിലാകാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എനർജി തന്നെ നോക്കാൻ പോകുന്നത്. യെസ്, അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് ആണ്. ആൻഡ് ദിസ് കാർഡ് വി ഗോട്ട് ലൈക്ക് ദിസ് റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. സോ റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ നമ്മൾ പറയില്ലേ പുഴയിലോ കടലിലോ നല്ല രീതിയിൽ ആ ഒരു ബോട്ട് വളരെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശക്തിയായിട്ട് വലിയൊരു കാറ്റ് വന്ന് അടിച്ചു, ആ ബോട്ട് മുങ്ങിപ്പോയി. ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷൻ ആയിരുന്നു. പക്ഷെ അവിടെ ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ആരും വന്നിട്ടില്ല. ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാരേജ് പ്രപ്പോസൽസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ലവ് പ്രപ്പോസൽസ് ആയിരിക്കാം. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും നിങ്ങൾ പിടികൊടുക്കുന്നില്ല, അവരിലേക്കൊന്നും നിങ്ങൾ വീണു പോകുന്നില്ല എന്നുള്ളതും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ രൂപത്തിലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിലേറ്റീവ് ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വന്നിട്ടുള്ളത്. അത് തീർച്ചയാണ്. ഒരു പേഴ്സൺ തന്നെയാണ്, അല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ല. ഇവിടെ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റീസണേറ്റ് ആവുന്ന മാത്രം എടുത്താൽ മതി. നിങ്ങൾക്കിടയിൽ എന്തായാലും ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാകുന്നത് മൂന്നാമതൊരു വ്യക്തി തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിടയിൽ അകൽച്ചയിൽ ഉണ്ടാകാൻ, നിങ്ങളുടെ ഈ ഒരു ബന്ധം അകൽച്ചയിലാകാനുള്ള കാരണം തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമത് ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്കിവിടെ ശക്തമായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ ഈ വ്യക്തി ഹാപ്പി ആണോ എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് നോക്കിയിട്ടുള്ളത്.
കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വലിയ കണക്റ്റഡ് അല്ല അല്ലേ? അപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാകും. സോ നമുക്ക് വി ഗോട്ട് ദ കാർഡ് ഈസ് ദ കോമ്പസ് ആണ്, ആൻഡ് ഓൾസോ ദ നമ്പർ ഇസ് 50 ആണ്. അതായത് ഈ പേഴ്സണ് എന്താ പറയുക, ഈ പേഴ്സണ് വിചാരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അത് മേ ബി ഈ പേഴ്സൺ വേറെ കല്യാണം കഴിച്ച് പോയ വ്യക്തിയായിരിക്കാം. അതായത് ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കവേ ഈ പേഴ്സന്റെ വീട്ടുകാർ മേ ബി വേറെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ജോബ് ഓർ കരിയർ റിലേറ്റഡ് ആയിട്ട്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി ചിലപ്പോൾ നാട് വിട്ടു പോയിട്ടുണ്ടാകാം, ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടാകാം. എന്തോ ഈ പേഴ്സൺ വിചാരിച്ച കാര്യം എന്താണോ അതെല്ലാം ഈ പേഴ്സൺ നേടിയെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് കാണാൻ സാധിക്കും, ഒരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് സാമ്പത്തികമായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം, പുതിയ വീടായിരിക്കാം, വാഹനമായിരിക്കാം, പണം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പദവി ആയിരിക്കാം, പൊസിഷൻ ആയിരിക്കാം. ഈ വ്യക്തിക്ക് എന്താണോ അത് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി ലഭിച്ച് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളില്ല. ഇതാണ് ഈ വ്യക്തിയെ കൂടുതൽ എന്താണ് വിഷമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ വിജയകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ നിങ്ങളുമൊത്ത് ആഘോഷിക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഈ വ്യക്തി എന്തൊക്കെയോ നേടി, ഈ വ്യക്തി എന്തോ എത്തേണ്ട സ്ഥാനത്ത് എത്തി. ഒരുപക്ഷെ ആ ഒരു സന്തോഷ വാർത്തയൊക്കെ നിങ്ങൾ മറ്റാരെങ്കിലും വഴി അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി അറിയാൻ പോകുന്നുണ്ടാകാം. ഓക്കെ. പക്ഷേ നിങ്ങളുടെ കൂടെ ഈ പേഴ്സന്റെ കൂടെ നിങ്ങളില്ല. അപ്പോൾ അത് ഈ പേഴ്സണെ കുറച്ചധികം വിഷമത്തിലേക്ക് ആഴ്ത്തുന്നുണ്ട്, ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ദുഃഖത്തിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ജേണിയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ലൈഫിലായിക്കോട്ടെ, ഈ പേഴ്സന്റെ ലൈഫിലായിക്കോട്ടെ, എന്താണ് സംഭവിക്കുന്നതെങ്കിൽ പോലും അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാകും. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ വ്യക്തി ദുഃഖത്തിലാണ്, ഒരുപക്ഷെ നിങ്ങളും ദുഃഖത്തിലാണ്. പക്ഷേ ഈ ദുഃഖത്തിലൂടെ ഈ വ്യക്തി പോകാൻ പോകുന്നത്, ചിലപ്പോൾ അത് ഓൾറെഡി നടന്നിട്ടുണ്ടാകാം, ഒരു സ്പിരിച്വൽ ജേണി ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള ഉണർവ്, സ്വന്തം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഏറ്റുപറയാനും പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കാനും, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്താണ്, കർമ്മം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി അറിയാൻ ഇടവരുന്നു. സോ അതും കൂടെ നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ ഒരു മെറ്റീരിയലിസ്റ്റിക് ജീവിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ വലിയ വീട് പണിയണം, കാറ് മേടിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ടാരറ്റ് റീഡിങ്സും അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി എന്താണെന്നും കർമ്മം എന്താണെന്നും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ വ്യക്തിക്ക് അത് അറിയില്ലായിരുന്നു. സോ ഈ വ്യക്തിക്ക് അത് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ജേണിയാണ്. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഈ വ്യക്തി ദുഃഖത്തിൽ തന്നെയാണ്. പക്ഷേ എന്താണ്, ദുഃഖത്തിൽ തന്നെയാണ്. പക്ഷെ ആ ദുഃഖത്തിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ജേണിയാണ്. അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പേഴ്സൺ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആകണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. ഓക്കെ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരികയുള്ളൂ. ഓക്കെ. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അതായത് ഈ പേഴ്സൺ ഒരു സ്പിരിച്വൽ ജേണിയിലൊക്കെ കഴിയുന്ന അത്രയും പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ്. യെസ്, ഹീൽ ദ ഔച്ച് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു മുറിവുകൾ, അതായത് മുറിവ് പറ്റിയിട്ട് ഒരു വ്രണം അല്ലെങ്കിൽ മുറിവ് അത് പറ്റിയിട്ട് ഉണക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ക്ഷമ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ. ആ ഒരു ക്ഷമ അല്ലെങ്കിൽ എന്താ പറയാ, അത്രയും ചില സമയത്ത് നിങ്ങളുടെ പിടിവിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവമായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ദേഷ്യമായിക്കോട്ടെ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളായിക്കോട്ടെ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഇത്. അപ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് മാപ്പ് പറയാം.
ഇപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം എന്താണ്? ഇപ്പൊ ഞാൻ എന്നെ പറ്റി മോശം പറയോ? ഇല്ല, നല്ലതേ പറയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ആരും അവരവരുടെ സ്വന്തം തെറ്റുകൾ പറയില്ല. പറയുന്നവരുണ്ട്, പക്ഷെ വളരെ കുറവാണ്. അപ്പോൾ സ്വന്തം തെറ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് തിരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിനുള്ള ഒരു അവസരവും കൂടിയാണ്. മനസ്സിലായി. അപ്പൊ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മെഡിറ്റേഷൻ, ഒരുപാട് അഫർമേഷൻ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ നോക്കാവുന്നതാണ്. സ്പിരിച്വലി കുറച്ചും കൂടെ ആത്മീയമായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ സ്പിരിച്വലി ഒക്കെ റെഡിയായി വരുമ്പോഴേക്കും ചില സമയത്ത് നിങ്ങളുടെ പിടി വിട്ടു പോകുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാകാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷമിക്കാനുള്ള കഴിവ് കൊണ്ടുവരണമെന്നും അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ഈ വ്യക്തിയോട് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടാവില്ല, പക്ഷെ അറിയാതെ നിങ്ങൾ ഈ പേഴ്സണെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങളത് പറഞ്ഞ് മാപ്പ് പറയണം. അത് തെറ്റുകൾ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. സോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ യൂണിവേഴ്സിനോട് ഞാൻ പറഞ്ഞ് മാപ്പ് പറയുന്നു, എനിക്ക് മാപ്പ് തരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന മുറിവുകൾ ഉണക്കിയെടുക്കേണ്ട ആ ഒരു കടമ അല്ലെങ്കിൽ ആ ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ ഒരു ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവരുടെ നോക്കിയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരുടെ ഫാമിലി ലൈഫ് കണ്ടില്ലേ എത്ര മനോഹരമാണ്, എൻ്റെ കണ്ടില്ലേ എനിക്കൊന്നുമില്ല. അങ്ങനെ എപ്പോഴും ചിലവരുണ്ട്, എപ്പോഴും വായ തുറന്നാൽ എന്താണ് പരാതികൾ മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ആ സ്വഭാവം നിർത്തിക്കോ. ബിക്കോസ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സങ്കടം മാത്രമേ കൊണ്ടുതരുള്ളൂ, സന്തോഷം കൊണ്ടുതരില്ല. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ അച്ഛനോടായിരിക്കാം, അമ്മനോടായിരിക്കാം, കൊളീഗ്സിനോടായിരിക്കാം, കൂട്ടുകാരോടായിരിക്കാം, സിബ്ലിങ്സിനോടായിരിക്കാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പരാതികൾ മാത്രം, എനിക്ക് ഇല്ല 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 ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വഭാവം മാറ്റിക്കോ. ബിക്കോസ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ആണത്. അത് ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ പറ്റി, കണ്ടത് പറഞ്ഞു. അപ്പൊ ഈ സ്വഭാവം ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന മുറിവാണത്. ആ മുറിവ് ഉണക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ. അതിനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് തേർഡ് കാർഡ്. ആൻഡ് ഓൾസോ ഫോർത്ത് കാർഡ് വിൽ ബി യെസ്, ഫോളോ ദ ലീഡർ ആണ്. അതായത് ഈ ബന്ധത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ബന്ധത്തിന്റെ പ്രത്യേകത, ഇത് നമുക്ക് കാണാൻ സാധിക്കും ഒരു വളഞ്ഞുള്ളൊരു വഴിയാണ് അല്ലേ. വി ക്യാൻ സീ ദിസ് പാത്ത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെയാണ്. നമുക്കൊരു ഏഞ്ചലിനെ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ പ്രാവുകൾ, പക്ഷി, അരയന്നം, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വളഞ്ഞു പൊളഞ്ഞ വഴിയാണ് അല്ലേ, ഒരു വളഞ്ഞ വഴിയാണ്. വി ക്യാൻ സീ ദിസ്, യെസ്, വളഞ്ഞ വഴിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുജ്ജന്മ കർമ്മ ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണ്. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അത് വെറുതെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മാത്രമല്ല, ഇതിൽ ചില കർമ്മങ്ങൾ ചുരുളഴിയാനുണ്ട്, പുറത്തേക്ക് വരാനുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കർമ്മങ്ങൾ ബാലൻസ് ആകാനായിട്ടും ആ ഒരു കർമ്മം ബാലൻസ് എനർജിയിലേക്ക് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇട്ട് വട്ടം കറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ ഒരു നേരായ മാർഗത്തിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് വളവ് തിരിവ് ഒടിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം നഷ്ടങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരും. നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ പൈസയും കാര്യങ്ങളൊന്നും അല്ല, അല്ലാണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സമയമായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി. ഇപ്പം നിങ്ങൾ കല്യാണപ്രായമൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചും കൂടി നിങ്ങളുടെ എനർജി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ്, മെഡിറ്റേഷൻ, അഫർമേഷൻ, പ്രാർത്ഥനകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും.
അപ്പോൾ കുറച്ചധികം എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ കുറച്ചധികം സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കരയേണ്ടി വരും, ടെൻഷൻ അടിക്കേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മുജ്ജന്മത്തിന്റെ കർമ്മഫലമായിട്ടാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത സമയത്താണെങ്കിലോ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാകുകയും ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പുരോഗമനമൊന്നും ഉണ്ടാകില്ല, ഇതിങ്ങനെ പോകുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് മേ ബി പെട്ടെന്ന് ശരിയാകാനും മതി. അങ്ങനെ വളരെയധികം ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. അതാണ് ഈ ബന്ധത്തിന്റെ പ്രത്യേകത. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമി ആയിരിക്കാം, ഒരു യുദ്ധമായിരിക്കാം. ആ യുദ്ധത്തിൽ പലതും നഷ്ടപ്പെടും, അതിനുശേഷം മാത്രമായിരിക്കും വിജയം വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പക്ഷെ ഈ ബന്ധത്തിന്റെ പ്രത്യേകത ഇതാണ്, അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഓക്കെ, അതാണ് അതിന്റെ ഒരു നിയമം. സോ അത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ, ഇന്നർ വർക്കൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. ആൻഡ് ഓൾസോ നെക്സ്റ്റ് കാർഡ്, ഈ വ്യക്തി എടുക്കുന്ന ആ ഒരു ഡിസിഷൻസ്, നമ്മൾ 2 തീരുമാനങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന 2 തീരുമാനങ്ങൾ. എന്തായിരിക്കും ആദ്യത്തെ തീരുമാനം? 6 ഓഫ് എയർ ആണ്. അതായത് തീർച്ചയായിട്ടും ഇവിടെ ചാലഞ്ചിങ് സാഹചര്യങ്ങളുണ്ട്, ചാലഞ്ചിങ് പരമായിട്ടുള്ള, അതായത് കഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സന്റെ തീരുമാനം. അതായത് ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തു, കഷ്ടപ്പെട്ടു, ഇനി വയ്യ. മനസ്സിലായോ? ഇനി വയ്യ, ഇനി ഇതിനെ തീർച്ചയായിട്ടും നല്ലൊരു എനർജിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫാമിലിയാണ്, അതൊരു ട്രാവലിങ്ങിലാണ്, നാട് വിടുക. മനസ്സിലായി? ഇപ്പൊ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീതി, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നീതി നടപ്പാക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വേണ്ടത് സമാധാനമാണ്. അപ്പോൾ ആ ഒരു സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, സമാധാനം കിട്ടുന്ന സ്ഥലം ഏതാണോ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുക. ഈ ഒരു രീതിയിലാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ഡിസിഷൻ ഈ പേഴ്സൺ എടുക്കുന്നതായിരിക്കും. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്, ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ്. ആ ഒരു തീരുമാനം, 2 തീരുമാനങ്ങളാണ്. കമ്മിങ് എപ്പാർട്ട് എന്നാണ്. നമുക്കറിയാം ഇവിടെ 2 ആൾക്കാരെ, 2 മുഖങ്ങൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അത് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ 2 വ്യക്തികളെ കാണിക്കാം. ഒരാളുടെ കണ്ണ് കെട്ടി, ഒരാൾ വിഷമിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ 2 പേരെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അറിയാം, ഈ പേഴ്സൺ നിങ്ങളോട് പലതരത്തിലുള്ള തീരുമാനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വാക്കുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കാൻ സാധിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വാക്ക്, ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 100% പാലിക്കുമെന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന അടുത്ത തീരുമാനം. ഓക്കെ, വാക്കാൽ ഉറപ്പിക്കുക. അതായത് ഇപ്പോൾ ജസ്റ്റ് എൻഗേജ്മെന്റ് ഒക്കെ ചെയ്തു വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണാം, ജസ്റ്റ് ഒന്നും കൂടി തന്ന വാക്കിനോട് കുറച്ചും കൂടി നീതി പുലർത്താൻ ഈ വ്യക്തി ശ്രമിക്കും. സോ അതാണ് ഈ വ്യക്തിയുടെ ഒരു 2ാമത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ വ്യക്തിയുടെ ടോട്ടലി ഒരു കാഴ്ചപ്പാടിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് അങ്ങനെ ഒരു എനർജി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ കുറച്ച് ആൾക്കാർക്കേ വരുള്ളൂ അധികമായിട്ട് എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതാണ് ശത്രുബാധ ദോഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമുള്ള, കുറച്ചു പേരുടെ കാര്യമാണ്. സോ അത് ഒരു പരിധി വരെ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എനർജി ഇവിടെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങൾ 2 പേരെയും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ 2 പേരും തളച്ചാണ് ഇട്ടിരുന്നതെങ്കിൽ, അതായത് ബ്ലോക്ക് ചെയ്താണ് ഇട്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 2 പേരെയും ഏതോ ഒരു ശക്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്
ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു പൂർവികരുടെ അനുഗ്രഹം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് നമുക്ക് നോക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കൈ ഫാദർ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കാണാൻ പറ്റിയ ബ്ലാക്ക് മാജിക് എഫക്റ്റ്, ശത്രുബാധ ദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് ആരുടെ അനുഗ്രഹമാണ്, ഏത് പൂർവികരുടെയാണ്, അല്ലെങ്കിൽ ഏതാണ് ആ കണക്ഷൻ, അത് നോക്കിയേക്കണേൽ നമുക്ക് ട്രസ്റ്റ് ഇൻ ദ അൺനോൺ, അൺനോൺ സ്കൈ ഫാദർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നുള്ള സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാക്കന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ, വെല്ലിച്ചൻ, അല്ലെങ്കിൽ മുതുമുത്തശ്ശൻ, അല്ലെങ്കിൽ ഗ്രാൻഡ് പ, ഓക്കെ, അല്ലെങ്കിൽ മുതിർന്ന ആൾക്ക് വെല്ലിച്ചൻ, അല്ലെങ്കിൽ ഏറ്റവും മൂത്ത വെല്ലിച്ചൻ, അങ്ങനെയൊക്കെ വരില്ലേ, അല്ലെങ്കിൽ അമ്മാവൻ. അപ്പൊ ഇങ്ങനെയുള്ള എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പുരുഷന്റെ എനർജിയാണ്, മാസ്കുലൈൻ എനർജിയാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരാണ്. ഓക്കെ, സ്കൈ ഫാദർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും മാസ്കുലൈൻ എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഗ്രാൻഡ് പ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, വെല്ലിച്ചൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകാം. ഓക്കെ, അപ്പോൾ അവരെ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നന്നായിട്ട് സ്നേഹിച്ചോളൂ. അതുപോലെ മുത്തശ്ശനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പൂർവികരെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്തു. കാരണം അവരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങളിലോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുത്തശ്ശന്റെ മുഖോ, അല്ലെങ്കിൽ നിങ്ങളുടെ മരിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ വെല്ലിച്ചനോ, അല്ലെങ്കിൽ വാട്ടെവർ, അവരുടെയൊക്കെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ അവര് നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവരും പറയുന്നത്, ഈ പൂർവികരും നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇവരോട് പ്രാർത്ഥിച്ചിട്ട് നന്ദി പറയണം. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും എന്നെ മുന്നോട്ട് നയിക്കുന്നതിനും ഞാൻ എൻ്റെ പിതാക്കന്മാരോട്, എൻ്റെ പൂർവികരായ എൻ്റെ പിതാക്കന്മാരോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ബ്ലെസ്സിങ്സ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസിലൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ടും പറ്റും. കാരണം ഇവര് പുറത്തേക്ക് നിങ്ങളെ കടത്തും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ച് ലോങ് ആയി പോയല്ലേ റീഡിങ്, നമുക്കിനി കുറച്ച് ലവ് മെസ്സേജസും ക്ലൂസും നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറച്ച് ലവ് മെസ്സേജസ്, എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദ സ്പാർക്കിൾ ഇൻ യുവർ ഐസ് മേക്സ് മൈ ഡേ. അപ്പം നിങ്ങളുടെ കണ്ണുകൾ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ ലവ് ടച്ചിങ് യു ഓൾ ഓവർ. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്പർശനം, നിങ്ങളെ തൊടാനും നിങ്ങളായിട്ട് സ്പർശനം ചെലവഴിക്കാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ലൈക്ക് ഹൗ യു ഷെയർ എവറിത്തിങ് വിത്ത് മീ. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സണോട് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു തുറന്നുള്ള സംസാരമൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഐ ലേൺ സംതിങ് ന്യൂ ഫ്രം യു എവറി ഡേ. ഓരോ പ്രാവശ്യം നിങ്ങളിൽ നിന്നും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പൊ അത്രയും നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. യു കീപ് ലിറ്റിൽ മൊമെന്റോസ് ഓഫ് തിങ്സ് വി ഹാവ് ഡൺ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരുമിച്ച് മേ ബി കറങ്ങാൻ പോവുക, ഔട്ടിങ്ങിന് പോവുക, സിനിമക്ക് പോവുക, അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കുക, ഇങ്ങനത്തെ ചെലവഴിച്ച കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. യു ക്യാൻ ഗെസ് വാട്ട് ഐ എം ഗോയിങ് ടു സേ. ഈ വ്യക്തി എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. അതായത് ഈ പേഴ്സൺ മനസ്സിൽ കാണുന്നത് നിങ്ങൾ മാനത്ത് കാണും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലൂസ് വി ക്യാൻ ടേക്ക്. ഓക്കെ, യെസ്, 7 ഡേറ്റ് ആണ്, 7ാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. ലാക്ക് ഓഫ് കെയറിങ്, ഇപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ തോതിലുള്ള നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം ഈ പേഴ്സൺ. ബ്ലാക്ക് മാജിക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്, അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിവാർഡാണ്, വലിയൊരു അനുഗ്രഹമാണ്. യെസ്, 24ാമത്തെ ഡേ കിട്ടിയിട്ടുണ്ട്. ഫീലിംഗ് ഓൾവേസ് ഡൗട്ട്, ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ സംശയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡ്രീമിങ് ഫാൻറ്റസീസ്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. ഫിയർ, യെസ്, അനാവശ്യമായിട്ടുള്ള പേടി നിങ്ങളെ വേട്ടയാടുന്നു. അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ കേട്ടോ.
ആൽക്കഹോളിക് അഡിക്ഷൻ വരുന്നുണ്ട്. നന്നായിട്ട് മദ്യപാനം അങ്ങനത്തെ അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. ലിപ്സ്, ചുണ്ടുകൾ വളരെയധികം പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നു. ഫുൾ മൂൺ പ്രെയർ, പൂർണ്ണ ചന്ദ്രനെ വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ. റിയൂണിയൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ റിയൂണിയൻ. യെസ്, കർമ്മ. ഓക്കെ, കർമ്മ, അത് ആ കർമ്മ ബാലൻസ് ആയിട്ട് വരണം. അത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കർമ്മയാണ്. 18ാമത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട്, 18. 18ാമത്തെ ദിവസം ഓർ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം. 28ാമത്തെ ദിവസം അല്ലെങ്കിൽ 28ാമത്തെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം. നമ്പർ 6 കിട്ടിയിട്ടുണ്ട്. നമ്പർ 3 കിട്ടിയിട്ടുണ്ട്. നമ്പേഴ്സ് ആണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. 29th. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.